നിലപാട് വ്യക്തമാക്കി സമസ്ത AP വിഭാഗം സെക്രട്ടറി ഇബ്രാഹിം ഖലീൽ തങ്ങൾ മതവിശ്വാസിക്ക് CPM ആവുന്നതിന് തടസ്സമില്ല. തുടർഭരണം മോശമാണെന്ന അഭിപ്രായമില്ല. നല്ല ഭരണമാണെങ്കിൽ തുടർഭരണം ആകാമെന്നും ഇബ്രാഹിം ഖലീൽ തങ്ങൾ പറയുന്നു. സമുദായ നേതൃത്വം യഥാർത്ഥത്തിൽ സമസ്തയാണെന്നും ജമാഅത്തെ ഇസ്ലാമിയുടേത് ഭീകരവാദ ആശയമെന്നും ഇബ്രാഹിം ഖലീൽ തങ്ങൾ മാതൃഭൂമി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറയും. ഈ തുടർഭരണം വേണോ വേണ്ടേ എന്ന് ഭരണം എങ്ങനെ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആശ്രയിച്ചിരിക്കും. നല്ല ഭരണമാണ്, ജനങ്ങളെല്ലാം അതിനെ അംഗീകരിക്കുന്നുവെങ്കിൽ ആ ഭരണം തുടരണം. അല്ല, ഈ ഭരണം മോശമാണ്, ഇതിനേക്കാൾ വേറെ ഭരണം വരാൻ പറ്റും എന്ന് കാണുമ്പോൾ അത് വേണം. അല്ലാതെ ഒറ്റവാക്കിൽ തുടർ ഭരണം വേണം എന്നും അല്ലെങ്കിൽ തുടർ ഭരണം പറ്റൂല എന്നും ഒറ്റവാക്കിൽ മറുപടി പറയുന്നത് ശരിയല്ല. ഞങ്ങൾ പഠിച്ചിടത്തോളം മനസ്സിലാക്കിയിടത്തോളം ലീഗിൻ്റെ പരിപാടികൾ വേറെ ഒന്നാണ്, ജമാഅത്തെ ഇസ്ലാമിയുടേത് വേറെ ഒന്നാണ്. ഈ രണ്ട് നിലപാടുകളും ഒന്നിച്ചു പോകുന്ന ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദാണ് തങ്ങളുടെ അഭിമുഖം എടുത്തത്. ഷഹീദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഹീദ്, അതായത് ഒരു വിശ്വാസിക്ക് സഖാവാവുന്നതിൽ കുഴപ്പമില്ല എന്ന് തങ്ങൾ പറയുന്നു, സമസ്ത പറയുന്നു. തീർച്ചയായും മാര്യ, ഈ തുടർഭരണം ഒപ്പം തന്നെ CPM, ലീഗ് തുടങ്ങിയ സംഘടനകളോടുള്ള സംസ്ഥയുടെ നിലപാട് കൂടുതൽ വ്യക്തമാക്കുകയാണ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ. അദ്ദേഹം സംസ്ഥയുടെ സെക്രട്ടറിയാണ്, കേരള മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, അതായത് ഒരു മതവിശ്വാസിക്ക്, മുസ്ലിം മതവിശ്വാസിക്ക് ഒരു CPM അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുമായി ചേർന്ന് നിൽക്കാൻ കഴിയുകയില്ല. അങ്ങനെ പോകുമ്പോൾ CPM മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് അവർ പുറത്താകുമെന്നൊക്കെ ചില ലീഗ് നേതാക്കന്മാരും ചില മതപണ്ഡിതന്മാരും ഒക്കെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിന് അദ്ദേഹം ശക്തമായി എതിർവാദം ഉന്നയിക്കുകയാണ്. അങ്ങനെ ഒരു വിശ്വാസിക്ക് CPM മെമ്പർഷിപ്പോ അല്ലെങ്കിൽ CPM അംഗത്വം എടുക്കുന്നതിന് അങ്ങനെ തടസ്സമില്ല. വിവിധ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവരുടെ മതവിശ്വാസത്തിന് തകരാറ് സംഭവിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ചില മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു അത് മന്ത്രിമാരുടെ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ പരാമർശമാണ്. ആ പരാമർശങ്ങളെ പാർട്ടി തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ വ്യക്തികളുടെ പരാമർശം ഒരു സംഘടനയുടെയോ ഒരു പാർട്ടിയുടെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ നിലപാടായി കാണാൻ കഴിയുകയില്ല. ആ പാർട്ടി അത് തിരുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെയാണ് തുടർഭരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് തുടർഭരണമേ മോശമാണെന്നൊരു അഭിപ്രായം സംഘടനയ്ക്കില്ല. നല്ല ഭരണമാണെങ്കിൽ തുടർഭരണമാകാം എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ മുൻകാലങ്ങളിൽ തുടർന്ന് വന്ന ഇടത് അനുകൂല നിലപാട് അതിലൊരു മാറ്റവുമില്ല എന്ന് അദ്ദേഹം സുവ്യക്തമായി പറയുകയാണ്. ഒപ്പം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് അത് അതിരൂക്ഷമായ വിമർശനം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. തീവ്രവാദ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ സംഘടനയുമായി അവരുടെ മതവിശ്വാസം, അവരുടെ ദൈവസങ്കല്പവും കേരളത്തിലുള്ള പരമ്പരാഗത സുന്നികളുടെയും സമസ്തയുടെയും ഒക്കെ ദൈവസങ്കല്പവും തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. മതരാഷ്ട്രമുണ്ടെങ്കിൽ മാത്രമേ വിശ്വാസിക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ആശയമാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത്. അതിനോട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത്തരം ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരരുത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു. പ്രത്യേകിച്ചും UDF നേതാക്കന്മാർ, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് അതിനെ കുറച്ചുകൂടി വെള്ളപൂശാനുള്ള ശ്രമം നടത്തുന്നതിനെതിരെ കൂടി അദ്ദേഹം നിലപാടെടുക്കുകയാണ്. ഒപ്പം തന്നെയാണ് അദ്ദേഹം മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നതിന് മുമ്പ് സമസ്ത രൂപീകരിച്ചിട്ടുണ്ട്. സമസ്ത രൂപീകരിച്ച് 100 വർഷം കഴിഞ്ഞു. ലീഗ് രൂപീകരിച്ചിട്ട് 75 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സമസ്തയാണ് സമുദായ നേതൃത്വത്തിന്റെ ഒരു തീരുമാനമെടുക്കുന്ന ഒരു ബോഡി. അതിന് കീഴിലാണ് മറ്റ് സംഘടനകൾ. പ്രത്യേകിച്ചും അദ്ദേഹത്തോട് ഈ പാണക്കാട്